ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ എത്രയും വേഗം നടന്നു കിട്ടട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രാർത്ഥന. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ റീഡിങ്ങിൽ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നോക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയിൽ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ സംഘർഷാവസ്ഥ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി അവർക്ക് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിലൊരു ഡ്രാമ അല്ലെങ്കിൽ അവരെ അഭിനയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ. ആ ഒരു രീതിയിലുള്ള ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കർമ്മ അവർ നേരിടുന്നതാകാം, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിടുന്നതുമാകാം. അങ്ങനെയാണെങ്കിൽ പോലും, അത് സത്യമാണെങ്കിൽ പോലും അത് അവർക്കുള്ള കർമ്മയാണ്. അതേസമയം ചില തേർഡ് പാർട്ടീസ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സീന് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങൾക്കെതിരായിട്ട് ഒന്നും തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ പോലും നിങ്ങളുടെ വ്യക്തി അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ വശത്തേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചരിവ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും അസുഖത്തിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സിമ്പതിയൊക്കെ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്. ആ രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്കെതിരാക്കിയിട്ട് അവർക്ക് അനുകൂലമാക്കുന്നതിനായിട്ടാണ് അവർ ഈ രീതിയിലുള്ളൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം ബ്രെയിൻ വാഷിംഗ് ആണ് എന്നുള്ള തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇവരുടെ അഭിനയമാണ്. ഇത് ഏത് തരത്തിലുള്ള തേർഡ് പാർട്ടി ആണെങ്കിലും, ഇനി റൊമാൻറ്റിക് തേർഡ് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലെ തന്നെ ഏതെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരായാലും ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എപ്പോഴും ഒരു വിക്ടിം കാർഡ് കളിക്കുന്ന അല്ലെങ്കിൽ വിക്ടിം കാർഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. അതായത് ഞാൻ പാവമാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെയാണ് എല്ലാവരും ദ്രോഹിക്കുന്നത്, ആ ഒരു രീതിയിലാണ് അവരെപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ മുൻപിൽ അവരെ കാണിക്കുന്നത്. അതായത് അവർക്കൊന്നും അറിയില്ല, അവർ പാവമാണ്, എല്ലാവരും അവരെയാണ് ദ്രോഹിക്കുന്നത്. ഇത് വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ടോക്സിക് ആയിട്ടുള്ള, നമുക്കൊരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്വഭാവ രീതിയാണ്. ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അത്രയധികം അത്യാഗ്രഹവും അസൂയയും ഒക്കെയാണുള്ളത്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇടയിൽ വന്ന ഈ ഒരു തേർഡ് പാർട്ടി അതാരായാലും അവരുടെ ചിന്ത എന്ന് പറയുന്നത് എന്ത് തന്നെ ആയാലും അത് എനിക്ക് മാത്രം ഉള്ളതാണ്, എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, ഞാനാണത് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ബെനിഫിറ്റ്, ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ബെനിഫിറ്റ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, എനിക്ക് മാത്രം ഗുണം ഉണ്ടാകണം, വേറെ ആർക്കും പാടില്ല എന്നൊക്കെയുള്ള രീതിയാണ്. നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെയും അവരെ ആ ഒരു രീതിയിൽ അവർക്ക് അടിമയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് ഒരു ജോലിക്കാരനെയോ ജോലിക്കാരിയോ ഒക്കെ പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്നത് പോലെ മാത്രം ചെയ്യുന്ന ഒരാളാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു മാറ്റം, അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു എനർജിയിലുണ്ടാകുന്ന ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു മാറ്റത്തിൻ്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്ലേവ് ആക്കി അല്ലെങ്കിൽ എൻ്റെ അടിമയാക്കി എൻ്റെ കൺട്രോളിൽ വെച്ചിരുന്ന എൻ്റെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോകുമോ, അല്ലെങ്കിൽ എൻ്റെ കൺട്രോളിൽ നിന്നും ഈ ഒരു വ്യക്തി പോകുമോ എന്നൊക്കെയുള്ള ഇവരുടെ ഒരു ചിന്തയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ. അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അത് എന്ത് തന്നെ ആയാലും, അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ മകനോ മകളോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ആരായാലും ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ
നിങ്ങളുടെ പേഴ്സണെ ഒരു ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരുപാട് പൈസയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അവരുടെ തന്നെ എന്തെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും. അതായത് നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ ആ ഒരു പാർട്ട്ണറിൻ്റെ മാതാപിതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലായിരിക്കണമെന്നില്ല. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ ആ ഒരു പാർട്ട്ണറിൻ്റെ ഫാദറിനെതിരായിട്ട് ഈ ഒരു അമ്മ ഉപയോഗിക്കുന്നതും ആകാം മകനെ, അങ്ങനെയും ആകാം. ഇത്ര വാല്യൂ ആണ് ഈ ഒരു വ്യക്തിക്ക് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്, എല്ലാവരുടെയും കേസല്ല. അതുപോലെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ ഇപ്പോഴും അവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് അവരുടെ ഇമോഷണൽ നീഡ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്കൊരു സംരക്ഷണ വലയം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ ഒരു തേർഡ് പാർട്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് റൊമാൻറ്റിക് തേർഡ് പാർട്ടി ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ പൈസ ഉപയോഗിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് അവരെ യൂസ് ചെയ്തതായിട്ട്, അതിന് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കാം. ചില കേസിലൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടായിരിക്കും, നിങ്ങളുടെ വ്യക്തിക്ക് അവർ പൈസ കൊടുക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഫിനാൻഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് അവർക്ക് കിട്ടുന്നുണ്ടാകാം. ആ ഒരു രീതിയിലും കാണുന്നുണ്ട്. അതിനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ റൊമാൻറ്റിക് തേർഡ് പാർട്ടിയുടെ കേസിലൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതായത് ഫിനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചിട്ടുണ്ടാകാം, അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് അങ്ങനെ നടന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാർ രണ്ടാമത്തെ സൈഡിൽ മറ്റ് ചില കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ അങ്ങനെ ഒരു ബന്ധം കാണുന്നുണ്ട്. അതുകൊണ്ടാവണം റൊമാൻറ്റിക് തേർഡ് പാർട്ടിയുടെ കേസിലൊക്കെ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ ഉണ്ടായതും ഇതിങ്ങനെ നിലനിൽക്കുന്നതും ഇങ്ങനെയുള്ളൊരു ബന്ധമായതുകൊണ്ടാകാം. ഇങ്ങനെ ഉണ്ടായ ബന്ധങ്ങൾ ഒരിക്കലും ഒരുപാട് നാളൊന്നും നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ വളരെ കാലത്തേക്കുള്ളൊരു ബന്ധമോ അല്ല. കാരണം ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും തന്നെ ഒരു അൺകണ്ടീഷണൽ ലവോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൽ നിന്നുണ്ടായ ഒരു ബന്ധമല്ല. അതായത് ഒരാൾക്ക് പൈസയ്ക്ക് ആവശ്യം, മറ്റൊരാൾക്ക് മറ്റെന്തോ ചില കാര്യങ്ങൾക്ക് ആവശ്യം, ആ ഒരു രീതിയിലുള്ള ബന്ധങ്ങൾ. ഇതൊക്കെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ റൊമാൻറ്റിക് ആയിട്ടുള്ള കണക്ഷൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഇനി ഫാമിലിയിൽ നിന്നുള്ള വ്യക്തികളാണ് തേർഡ് പാർട്ടി എങ്കിൽ അവർ നിങ്ങളുടെ വ്യക്തിയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഈ ഒരു വ്യക്തി പൈസ കൊടുക്കുന്നത് നിർത്തിയപ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്, മാനസികമായിട്ടുമൊക്കെ. എന്തുകൊണ്ട്, എന്ത് പറ്റി എന്നുള്ള രീതിയിലൊക്കെ. ചില കേസിലൊക്കെ ഇവർ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഡിപ്പെൻഡൻ്റ് ആണ്, ആശ്രയിച്ചിട്ടാണ് എന്ന് തോന്നുന്നു. അതിനെയും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ ആ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ അടിമയാക്കിക്കൊണ്ടൊക്കെ. അതായത് ഞങ്ങൾ എന്താണോ നിന്നോട് പറയുന്നത് അത് നീ ചെയ്യണം, അങ്ങനെ. പക്ഷേ ഇതൊക്കെ പാസ്റ്റിലെ എനർജിയാണ്. ഇപ്പോൾ ആ ഒരു എനർജിയിലൊക്കെയും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ഒരു ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണാം. എത്ര നാൾ ഇങ്ങനെ ഒരാളെ അടിമയാക്കി വെക്കാൻ സാധിക്കും? എത്ര നാൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇങ്ങനെ ഡാൻസ് കളിക്കാൻ സാധിക്കും, അല്ലേ? ഒരു ദിവസം അവർക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്ന് സ്വയം മനസ്സിലാകുന്ന ഒരു ദിവസം വരും, അല്ലേ? അതായത് ഇനി എനിക്ക് ആരുടെയും കേൾക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ സോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്താൽ മതി എന്നൊരു തോന്നൽ ഉണ്ടാകും. നിങ്ങളുടെ വ്യക്തി കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സോളിന് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു രീതിയിൽ അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ, അത് കാണുമ്പോൾ, ആ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത് കാണുമ്പോൾ അവരുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ ഹാപ്പി അല്ല, അവർക്ക് യാതൊരുവിധ സന്തോഷവും തോന്നുന്നില്ല. ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇത് മനസ്സിലാകുന്നുമുണ്ട്. അതായത് ഞാൻ ഇത്രയൊക്കെയും ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്താലും ഇവർ എനിക്ക് യാതൊരു വിലയും നൽകാൻ പോകുന്നില്ല അല്ലെങ്കിൽ നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ. ഇതിനേക്കാൾ നല്ലത് നിങ്ങളായിരുന്നു എന്നുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ട് എന്തിനും കൂടെ നിന്നിരുന്ന നിങ്ങൾ, ഇവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിട്ടുകളഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കിയത്.
നിങ്ങളോട് കാണിച്ച നീതികേട് അത് എന്ത് തന്നെ ആയാലും അതെല്ലാം തിരുത്താനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങൾ, മാനിപ്പുലേഷൻസ്, ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്, എപ്പോഴും വിക്ടിം ചമയുന്നത്, അവർ വിക്ടിമാണ്, അവരെയാണ് എല്ലാവരും ദ്രോഹിക്കുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ കാണിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു യൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ സ്നേഹം, ആ ഒരു പഴയ കമ്മ്യൂണിക്കേഷനൊക്കെ തിരിച്ചു വരുന്നതിൽ തടസ്സപ്പെടുത്തുന്നത്, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഒക്കെയും ഡിവൈൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിവൈനാണ് ഇനി ഇവർക്ക് ഇതിനുള്ള മറുപടികൾ നൽകാൻ പോകുന്നത്. അതായത് ഒരു പരിധിവരെ നീതികേട് കാണും, പക്ഷേ അത് കഴിഞ്ഞാലോ യാതൊരു തെറ്റും ചെയ്യാത്ത നീതിമാനായ ഒരു വ്യക്തി ഇങ്ങനെ ഇൻജസ്റ്റിസ് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ അതും എല്ലാം സഹിച്ചുകൊണ്ട്, ഒന്നുപോലും വാ തുറന്ന് മിണ്ടാതെ, ഉള്ളിലൊതുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഒരു നീതികേട് സഹിച്ച് ഒരുപാട് കാലമൊന്നും അങ്ങനെ ജീവിക്കാൻ ഡിവൈൻ അനുവദിക്കില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തിക്കുന്നത് ആ ഒരു ഹയർ പവറായിരിക്കും. കാരണം നിങ്ങളെ എല്ലാ രീതിയിലും അവർ അടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങളെ അടക്കി വെച്ചിട്ടുണ്ടായിരിക്കും അവർ. കാരണം നിങ്ങളുടെ ആ ഒരു മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന രീതി, മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ളതെല്ലാം പറഞ്ഞു പരത്തി ആ ഒരു രീതിയിൽ നിങ്ങളെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ഹെൽപ്ലെസ് ആണ്, നിങ്ങൾക്കൊന്നും കഴിയാത്ത ഒരവസ്ഥയാണ്. എന്നാൽ നിങ്ങൾ നീതിമാനാണ്, നിങ്ങൾ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഒരുപാട് ആൾക്കാരുടെ അത്യാഗ്രഹം, ഒരുപാട് ആൾക്കാരുടെ ജലസി, അതായത് അസൂയ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് വെക്കണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ നീതിമാനായ ഒരു വ്യക്തിക്ക് ഒന്നും ദുഃഖിക്കേണ്ടി വരില്ല. കാരണം പിന്നെ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് മറുപടി പറയാൻ പോകുന്നത് ഡിവൈനായിരിക്കും. ആ ഒരു പ്രസൻസ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഒരു ഡിവൈൻ്റെ ആ ഒരു പ്രസൻസ് ഇവിടെ കാണാം. നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറിനെ ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്നത്, നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളോട് അടുപ്പം കാണിക്കാതിരിക്കാനും ഒക്കെ ട്രിഗർ ചെയ്യുന്നത് ആരാണോ, അതാരായാലും, അത് ഏത് തേർഡ് പാർട്ടി ആയാലും, നിങ്ങളുടെ കാർമിക്സ് ആയിട്ടുള്ള വ്യക്തികളായാലും, ആര് തന്നെ ആയാലും, അവരുടെ മേലെ ആ ഒരു ഡിവൈൻ്റെ വളരെയധികം ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. അത് മാറി അവർ നേരെ ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഇതേ രീതിയിൽ കൂടി അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ അനുഭവിച്ചത് അവരും അനുഭവിച്ചാൽ മാത്രമേ ആ ഒരു വേദന അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഒരാളോട് സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ ആ ഒരു സമയത്ത് ഈ ബെനിഫിറ്റിന് വേണ്ടി നശിപ്പിക്കുന്ന ആൾക്ക് എന്തൊക്കെയോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ വേദന, അവരനുഭവിക്കുന്ന വേദന, അവരുടെ നല്ല സമയങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ പല മേഖലകളുമാണ് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് ഈ ഒരു വ്യക്തികൾ കാരണമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് പല ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവരത് മറന്നു പോകും. പക്ഷേ അത് ഓർക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നേരെ ആയില്ല, അവർ മാറിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു തേർഡ് പാർട്ടി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഇതേ അനുഭവങ്ങളിൽ കൂടി തന്നെ കടന്നു പോകേണ്ടതായിട്ട് വരും. ചിലപ്പോഴൊക്കെ സ്വന്തം മക്കൾക്ക് വരുമ്പോഴായിരിക്കും കൂടുതൽ വേദന ഉണ്ടാകുന്നത് ചില വ്യക്തികൾക്ക്, അല്ലേ? സ്വന്തമായിട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വരുമ്പോഴായിരിക്കും വേദന കൂടുന്നത്. ആ ഒരു രീതിയിലുമാകാം. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നമ്മുടെ തലമുറകളെയും ബാധിക്കാൻ കെൽപ്പുള്ളവയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്തിട്ടാണ് ഇത്രയൊക്കെ കിട്ടിയതെന്ന്. പലപ്പോഴും അത് നമ്മളുടെ പൂർവികന്മാരുടെ എന്തെങ്കിലുമൊക്കെ കർമ്മഫലമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. അവർ ചെയ്തു കൂട്ടിയ എന്തെങ്കിലും കർമ്മങ്ങളായിരിക്കാം. അതുപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഇവരുടെ മക്കളോ അവരുടെ മക്കളുടെ മാരീഡ് ലൈഫിലോ അവരുടെ വിവാഹ ജീവിതത്തിലോ ഒക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
ഈ ഒരു സമയം ഇവർ മാറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരിത് മനസ്സിലാക്കി മാറിയില്ല എന്നുണ്ടെങ്കിൽ, വീണ്ടും ഇവർ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ലെസൺ ഇവരുടെ ജീവിതത്തിലേക്ക് വരും. തീർച്ചയായിട്ടും ഇവർക്ക് കർമ്മ ലഭിക്കും. കാരണം ഇവർ ചെയ്തതെല്ലാം ഇവർ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു പണിഷ്മെൻ്റ് അല്ല ഒരിക്കലും. നമ്മൾ ചെയ്ത പ്രവൃത്തി നമുക്ക് തിരിച്ച് അതേപോലെ വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ ചെയ്തത് തെറ്റായ പ്രവൃത്തികളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതല്ലേ തിരികെ വരികയുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കൊരു ലെസണായിട്ട് വരും. പക്ഷേ അവർ ഇനിയും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ലെസൺ ആയിരിക്കും അവർക്ക് പഠിക്കേണ്ടി വരുന്നത്. അതോടൊപ്പം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നേരിടേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ ട്രിഗർ ചെയ്യുന്നത് കാർമിക്സിൻ്റെ രൂപത്തിലുള്ള അവരുടെ തന്നെ ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിലും ഈ വ്യക്തികൾ അവരുടെ പേര് മോശമാകാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ മോശമാകാനുള്ള രീതിയിൽ കാണുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് നുണകൾ, ഗോസിപ്സ് ഒക്കെ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ നിന്ന് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഇതുപോലുള്ള കർമാസ് നേരിടേണ്ടതായി വരും, അവരുടെ പേര് മോശമായിക്കൊണ്ട്. ഈ വ്യക്തികൾ നിങ്ങളുടെ മേലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചോ ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞ കാര്യങ്ങൾ അത് ഇവരുടെ മേൽ ഉറപ്പാക്കപ്പെടുന്നതായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരാണ് അങ്ങനെ എന്നുള്ള രീതിയിൽ ഇവരുടെ മേൽ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഗോസിപ്സ് എല്ലാം തന്നെ ഇവരതായിരുന്നു എന്നുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു കർമ്മ ഇവർക്ക് ലഭിക്കുന്നതായിട്ട്, പ്രത്യേകിച്ച് ഇവരുടെ ഒരു ഇമേജ് നശിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം നിങ്ങളെ പല ആൾക്കാരുടെ മുൻപിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാൽ, ചിലപ്പോൾ ഇവർക്ക് പോലും അറിഞ്ഞുകൂടാത്ത, ഇവർക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ തന്നെയും തെറ്റ് തന്നെയാണ്. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം ഒരാളിനെ കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ട് പറയുമ്പോൾ അത് ഒരു കർമ്മ തന്നെയാണ്, അല്ലേ? അവർക്ക് അവരൊരു ഡീഫെയിമാണ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ പേരാണ് അവിടെ മോശമാക്കിയത്, നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച ഒരു ഇമേജാണ് ഇല്ലാതാക്കിയത്. അത് അവർ ചെയ്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഇമേജും ഇതുപോലെ മോശമാകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അത് അവർക്കുള്ളൊരു കർമ്മയാണ്. ചിലപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഇമേജ് മോശമാക്കിയത് നിങ്ങളുടെ തന്നെ പാർട്ട്ണറായിരിക്കാം. അത് ആര് ചെയ്താലും ആ ഒരു നിങ്ങളെ ഡീഫെയിം ആക്കിയത് അതേ രീതിയിൽ അവരുടെ പേരും മറ്റുള്ളവരുടെ മുൻപിൽ മോശമാകുന്നതായിട്ട് ആ ഒരു രീതിയിലാണ്. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ കേസിലും പല രീതിയിലായിരിക്കും ഈ ഒരു റീഡിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന രീതിയിലാണ് നിങ്ങളിത് എടുക്കേണ്ടത്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ എന്ത് എനർജിയാണോ യൂണിവേഴ്സിന് കൊടുക്കുന്നത് അതേ എനർജി ആയിരിക്കും നമുക്ക് തിരികെ ലഭിക്കുന്നത്. അല്ലാതെ നമ്മൾ മോശമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ബാഡ് കർമാസ് അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലത് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് നമുക്ക് നല്ലത് വരില്ല. തീർച്ചയായിട്ടും വരില്ല. നമ്മൾ കൊടുത്തത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഹീലിങ്ങിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹീലിങ്ങിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹീലിംഗ് കംപ്ലീറ്റ്ലി കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ, ആരായാലും നിങ്ങൾ നിൽക്കുന്നത് ഏത് സ്റ്റേജിലായാലും എപ്പോഴും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള വിശ്വാസത്തോടു കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കണമെന്ന്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹങ്ങളും നമ്മുടെ അടുത്ത് എത്താതെ പോവില്ല. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടതാണ്, ഈ ഒരു സമയത്ത് നമ്മളുടെ അടുത്ത് ബ്ലെസ്സിങ്സ് വരും എന്നൊക്കെ അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ് ഡിവൈൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാതെ നമ്മളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ പൂർണ്ണമായിട്ടും നല്ല കർമ്മങ്ങളും ചെയ്ത് നല്ല കാര്യങ്ങളും ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആരൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എത്രയൊക്കെ തടസ്സങ്ങൾ ഇടാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ നമ്മുടെ ഏതൊക്കെ മേഖലകൾ തകർന്നു പോയി എന്ന് നമുക്ക് ഈ ഒരു നിമിഷം തോന്നിയാലും, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കായിട്ടുള്ള ആ ഒരു വഴി അത് ഡിവൈൻ തുറന്നു തന്നെ തരും. നമുക്ക് എവിടെയും നമുക്ക് ഒരു വർഷങ്ങളോ മാസങ്ങളോ അല്ലെങ്കിൽ സമയങ്ങളോ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിലും തുടങ്ങാം, അല്ലേ? അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പല ആൾക്കാർക്കും കരിയറിലൊക്കെ ഒരുപാട് ബ്രേക്സ് വന്നതായിട്ട് കാണുന്നുണ്ട്. കരിയർ മേഖല, ജോബ് മേഖല, അങ്ങനെയൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്.
കുഴപ്പമില്ല. നിങ്ങൾ പഠിച്ചത് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിക്കണമെങ്കിൽ പൈസ വേണം അല്ലേ? നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പറയും പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സ്വഭാവം മതി. അങ്ങനെയൊന്നുമല്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള പൈസ വേണം. കാരണം നമുക്കൊരു അസുഖം വന്നാലോ, നമ്മുടെ പാരൻസിനൊരു അസുഖം വന്നാലോ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പൈസ തന്നെ വേണം അല്ലേ? ആ ഒരു സമയത്തായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ? നമ്മൾ സെൽഫായിട്ട്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇമോഷണലി ആയാലും ഫൈനാൻഷ്യലി ആയാലും ആരെയും ആശ്രയിക്കാതെ നമ്മളാൽ കഴിയുന്നത്. ഇന്ന് വീട്ടിലിരുന്നാലും നമ്മൾ പുറത്തു പോയില്ലെങ്കിലും ഇന്ന് വരുമാനം ഉണ്ടാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നല്ല രീതിയിൽ നല്ല മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടേ ഇരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്ന ആരും വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ നല്ല നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ വരുത്തേണ്ട മാറ്റം നിങ്ങൾ തന്നെ വരുത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്കായിട്ട് കരുതി വെച്ച ഒരനുഗ്രഹവും നിങ്ങളെ വിട്ട് പോകില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഘോഷം വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബാലൻസ് വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വന്നതെങ്കിൽ അതൊക്കെ റിലീസായി പോയിട്ട് നല്ലൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും. അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.